ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഈ വാക്യം യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ക്രിസ്ത്യാനികൾക്കും മറ്റെല്ലാ വിശ്വാസികൾക്കും ആഴത്തിലുള്ള പ്രാധാന്യത്തെ നൽകുന്നു. യോഹന്നാൻ 10:9 സന്ദർഭം യേശു ഒരു ഇടയന്റെയും ആടുകളുടെയും രൂപകം ഉപയോഗിച്ച് രക്ഷകനെന്ന നിലയിലുള്ള തൻ്റെ പങ്ക് വിശദീകരിക്കുന്ന ഒരു വലിയ ഭാഗമാണ്. അവൻ്റെ അനുയായികൾക്ക് ദൈവത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്ന ഉയർന്ന വാതിലും, കഴിഞ്ഞ വാക്യങ്ങളിൽ ആടുകളെ പരിപാലിക്കാത്ത ഒരു കൂലിക്കാരനിൽ നിന്നോ കള്ളനിൽ നിന്നോ വിട്ടുനിൽക്കുന്ന ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനാണെന്ന് യേശു സ്വയം പറയുന്നു. തൻ്റെ ആടുകൾ തൻ്റെ ശബ്ദം കേൾക്കുകയും തന്നെ അനുഗമിക്കുകയും ചെയ്യുന്നുവെന്നും അവ ഒരിക്കലും നശിച്ചു പോകാതിരിക്കാൻ അവൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നുവെന്നും ഇവിടെ വിശദീകരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ പ്രസ്തുത വാക്യം യേശുവിൻ്റെ സന്ദേശത്തിൻ്റെ സാരാംശം വിശദീകരിക്കുന്നു. അവൻ രക്ഷയുടെയും നിത്യജീവന്റെയും കവാടമാണ്. യേശുവിൻ്റെ പ്രതീകമായി വാതിൽ ഉപയോഗിക്കുന്നത് ദൈവത്തിലേക്കുള്ള ഏക വഴിയും യഥാർത്ഥ നിവൃത്തിയിലേക്കുള്ള വഴിയുമാണ് എന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു കെട്ടിടത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഒരു വാതിൽ എന്ന പോലെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള മാർഗമാണ് യേശു. അതുകൂടാതെ ഈ വാക്യം രക്ഷയുടെയും ഉപജീവനത്തിൻ്റെയും ദ്വിമുഖത്തെ ഊന്നിപ്പറയുന്നു. അകത്തേക്കും പുറത്തേക്കും പോയി മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ചിത്രങ്ങൾ യേശുവിലൂടെ വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യവും സമൃദ്ധിയുമുണ്ടെന്ന ആശയത്തോട് ഉപമിക്കുന്നു. അവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ആപത്തുകളിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കുവാൻ ആവശ്യമായ ആത്മീക പോഷണവും പരിചരണവും നൽകുകയും ചെയ്യുന്നു എന്ന് ഇവിടെ പറഞ്ഞു തരുന്നു. യോഹന്നാൻ 10:9 പ്രധാന വിഷയങ്ങളിലൊന്ന് യേശുവിലൂടെയുള്ള രക്ഷയുടെ പ്രത്യേകതയാണ്. മനുഷ്യത്വത്തിനും ദൈവത്തിനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ യേശുവാണെന്ന അടിസ്ഥാന ക്രൈസ്തവ വിശ്വാസത്തെ ഈ വാക്യം അടിവരയിടുന്നു. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു മൂലക്കല്ലായി പ്രവർത്തിക്കുന്നു. യേശുവിലുള്ള അവരുടെ വിശ്വാസം രക്ഷയിലേക്കുള്ള ഏക പാതയാണെന്ന് ഇവിടെ സ്ഥിരീകരിക്കുന്നു. യേശുവിലുള്ള ഉറപ്പിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ആശയവും ഈ വാക്യം ആശയവിനിമയം നടത്തുന്നു. അവനിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷിക്കപ്പെടും എന്ന വാഗ്ദാനം ക്രിസ്തുവിൻ്റെ അചഞ്ചലമായ വിശ്വസ്തതയെ ഉറപ്പിക്കുന്നു. ഈ ഉറപ്പ് വിശ്വാസികൾക്ക് ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഉറവിടമാണ്. അവരുടെ നിത്യഭാഗ്യം യേശുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഇവിടെ നമ്മെ അറിയിക്കുന്നു. മാത്രമല്ല, മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുക എന്ന ആശയം ക്രിസ്തുവിൽ സമൃദ്ധമായി ജീവിക്കുക എന്ന ആശയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. യേശു രക്ഷ പ്രദാനം ചെയ്യുക മാത്രമല്ല, തൻ്റെ അനുയായികൾക്ക് ആത്മീയ പോഷണവും ഉപജീവനം നൽകുകയും ചെയ്യുന്നു. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ലഭിക്കുവാനും വേണ്ടിയാണ് എന്ന യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ യേശു തന്നെ പ്രഖ്യാപിച്ചതുപോലെ ക്രിസ്തു പ്രദാനം ചെയ്യുന്ന സമൃദ്ധമായ ജീവിതത്തിൻ്റെ വിശാലമായ പ്രമേയവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ വലിയ സന്ദർഭത്തിൽ ഈ വാക്യം യേശുവിൻ്റെ ദിവ്യത്വത്തിൻ്റെയും ദൈവവുമായുള്ള അവൻ്റെ അമൂല്യമായ ബന്ധത്തിൻ്റെയും സമഗ്രമായ വിഷയത്തിലേക്ക് നമ്മെ കൊണ്ടുചെല്ലുന്നു. സുവിശേഷത്തിലുടനീളം യേശു തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, ദൈവപുത്രൻ എന്ന നിലയിലുള്ള തൻ്റെ പങ്കിനെക്കുറിച്ചും ധീരമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. യോഹന്നാൻ 10:9 രക്ഷയുടെയും നിത്യജീവന്റെയും കവാടമെന്ന നിലയിൽ അവൻ തൻ്റെ സവിശേഷമായ സ്ഥാനം ഒരിക്കൽ കൂടെ ഉറപ്പിക്കുകയാണ്. തൻ്റെ ദൈവീകതയെയും
തൻ്റെ ദൗത്യത്തിൻ്റെ പ്രത്യേക സ്വഭാവത്തെയും ഇവിടെ കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ യോഹന്നാൻ 10:9 യേശുക്രിസ്തുവിൻ്റെ രക്ഷയ്ക്കും സമൃദ്ധമായ ജീവിതത്തിനുമുള്ള വാതിലായി ശക്തവും ഗഹനവുമായ ഒരു പ്രഖ്യാപനമാണ്. ഇത് സമ്പന്നമായ പ്രതീകാത്മകതയും ആഴത്തിലുള്ള ദൈവശാസ്ത്രപരമായ പ്രാധാന്യവും വഹിക്കുന്നുണ്ട്. പ്രത്യേകത, ഉറപ്പ്, വ്യവസ്ഥ എന്നിവയുടെ പ്രധാന തീമുകൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം ദൈവത്തിലേക്കുള്ള പ്രവേശനത്തിലുള്ള ഏക മാർഗമായി യേശുവിലുള്ള അവരുടെ വിശ്വാസത്തെയും അവനിൽ പൂർണ്ണമായ ജീവിതത്തിൻ്റെ വാഗ്ദാനത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.